എല്ലാവർക്കും നമസ്കാരം. സെറ്റ് എക്സാം മാറ്റിവെച്ച് ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അധികം സംസാരമൊന്നും സംസാരിച്ചിട്ട് സമയം കളയണ്ട. എനിവേ, നമ്മളുടെ മാറ്റിവെച്ച എക്സാം ആക്ച്വലി വരാൻ പോകുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണെങ്കിൽ പോലും സെപ്റ്റംബർ 20-നാണ്. അപ്പോൾ സെപ്റ്റംബർ 20 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 7-ാം തീയതി 8-ാം തീയതി ഒക്കെയുള്ള സെപ്റ്റംബർ 20-നാണ് എക്സാം വരുന്നത്. സോ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 തൊട്ട് 40 ദിവസം വരെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. നല്ലോണം പഠിക്കാൻ നല്ല ഒരു ടൈം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് വെച്ചിട്ട് ഒരിക്കലും ഇനി ആ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല സെപ്റ്റംബർ 20-ലെ. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ സൈറ്റിൽ പുതിയ ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇനിയും പഠിക്കാൻ ഇഷ്ടം പോലെ ദിവസങ്ങളുണ്ട്. ഒരു 20-25 ദിവസം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഡേറ്റ് കിട്ടും. അത്രയും ദിവസം കിട്ടും ആക്ച്വലി. ഓക്കെ, പിന്നെ ഓണത്തിന്റെ വെക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് ജോലിയുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ അപ്പോഴും നിങ്ങൾക്ക് കിട്ടും. ആ ദിവസങ്ങൾ ഉപയോഗിക്കാം. ഒരു സെപ്റ്റംബർ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കയ്യിൽ. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 20-നാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. നമുക്ക് ഹാൾ ടിക്കറ്റ് പുതിയത് വരുന്നത് സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. ടെൻറ്റേറ്റീവ് ആണ് ഡേറ്റ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സ്റ്റിൽ സെപ്റ്റംബർ 20-ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ആകെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്റ്റംബറിൽ ഇത് വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ പിന്നെ കേട്ടറ്റ് കാറ്റഗറി എക്സാംസ് വരുമല്ലോ. അത് എപ്പോൾ വരും എന്നുള്ള കാര്യം നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ പരീക്ഷ വൈകിയത് കൊണ്ട് സെറ്റ് 2026 ലാസ്റ്റിൽ വരേണ്ട ഡിസംബർ ജനുവരിയിലേക്ക് വരേണ്ട എക്സാം എപ്പോൾ വരും എന്നുള്ളത് പിന്നെ നമുക്ക് ഡൗട്ട് ആവും. കാരണം ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ റിസൾട്ട് വന്ന് അതിന് ശേഷമാണ് നടത്തേണ്ടത്. അപ്പോഴേക്കും ആ ഒരു ഡേറ്റിന്റെ സെപ്റ്റംബറിൽ പരീക്ഷ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ആവും റിസൾട്ട് വരാൻ. അത് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? അടുത്ത സെറ്റിന് വിളിക്കും. അപ്പൊ തന്നെ പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഇവർക്ക് കേട്ടറ്റ് നടത്തേണ്ടി വരിക. സോ ഡേറ്റ് ക്ലാഷുകൾ അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന പരീക്ഷകളൊക്കെ വളരെയധികം വരാൻ ചാൻസ് ഉള്ള ഒരു വർഷമാണിത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ കൂടുതലൊന്നുമില്ല. അല്ലാതെ ഡേറ്റ് വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ടൈറ്റ് ഷെഡ്യൂളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതാണ് സാധ്യത. ഇനി എന്ത് ചെയ്യാമെന്നുള്ളതിൽ ജസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം മാത്രം. ഇനിയും ഇഷ്ടംപോലെ പഠിക്കാൻ സമയമുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി വരെ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാം. അതായത് ഇപ്പൊ പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതി 8-ാം തീയതി മാക്സിമം 10-ാം തീയതി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇനിയും പഠിക്കാം. 20 ദിവസത്തോളം പഠിക്കാം. ഒരു സെപ്റ്റംബർ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി വരെ പഠിക്കാം. ബാക്കി 10-15 ദിവസം പിന്നെയും റിവിഷൻ ചെയ്യാനുണ്ട്. അപ്പൊ നല്ലൊരു ഏരിയ, നല്ലൊരു ടൈം പീരീഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് പഠിക്കുക. മോട്ടിവേഷൻ കളയരുത്. മോട്ടിവേഷൻ എന്നുള്ളതല്ല, സെൽഫ് ആയിട്ടുള്ള ഒരു 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 സ്ട്രെങ്ത് കളയരുത്. മോട്ടിവേഷനൊക്കെ ഇപ്പൊ വന്ന വാക്കാ. നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മോട്ടിവേഷനൊക്കെ അപ്പുറത്ത് മാറി നിൽക്കും. നമ്മൾ ഇനിയും വിചാരിക്കും ഇനി ഒരു മാസം ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ 1-ാമത്തെ ആഴ്ച തൊട്ട് പഠിക്കാം. നിങ്ങൾക്ക് 20 ദിവസമാണ് പിന്നെ മിസ്സാവുക. ആ 20 ദിവസം ഉണ്ടെങ്കിൽ സിലബസ് ഫുള്ളൊന്നും കൂടെ പഠിച്ചു തീർക്കാം. അല്ലെങ്കിൽ പേപ്പർ 1 പഠിച്ചു തീർക്കാം, പേപ്പർ 2 പഠിച്ചു തീർക്കാം. പേപ്പർ 1-ൽ മിനിമം 60 മാർക്ക്, പേപ്പർ 2-ൽ മിനിമം 60 മാർക്ക് ഇല്ലാതെ, രണ്ട് പേപ്പറിലും ഇല്ലാതെ നിങ്ങൾ സെറ്റ് പാസ്സാവില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. മിനിമം വരുന്ന പെർസെൻറ്റേജ് അത്രയാണ് വരുന്നത്. അപ്പോൾ പേപ്പർ 1-ലൊക്കെ ഇഷ്ടം പോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. കറണ്ട് അഫയേഴ്സ് പോലും എവിടെ നിന്നൊക്കെ എന്തൊക്കെ വരുമെന്ന് അറിയില്ല. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഉണ്ട്, ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഫാക്ട്സുകൾ ഉണ്ട്, ടീച്ചിങ് മെത്തേഡ് ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഏരിയ അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എവിടെ തൊട്ട് എവിടെ വരെയൊക്കെ ഉള്ളത് ചോദിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാനുള്ള ഡേറ്റിന് നിങ്ങൾ സമയം കൊടുക്കുക. ദിവസം 1 മണിക്കൂറെങ്കിലും പഠിക്കുക. പഠിക്കൽ മാത്രമല്ല, ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. പഴയ ടെക്സ്റ്റുകൾ എടുത്ത് വായിക്കാൻ ശ്രമിക്കുക. വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ ജസ്റ്റ് അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇങ്ങനെയൊന്നും ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞ് റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന ആളായിരിക്കും. സോ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആവാനും സമയം ഇഷ്ടം പോലെ ഉണ്ട്. പേപ്പർ 1 കുറച്ചും കൂടെ ടൈം കൊടുക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. സോ എന്തായാലും നമുക്ക് നന്നായിട്ട് പഠിക്കുക. അത്രേ പറയാനുള്ളൂ. പഠിക്കുക, പാസ്സാവുക. എന്തായാലും ഡേറ്റ് മറക്കരുത്. പുതിയ ഹോൾ ടിക്കറ്റ് നിങ്ങൾ കയ്യിലെടുത്ത് വയ്ക്കുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നവരെ ബൈ ബൈ. സീ യു. ഓൾ ദ ബെസ്റ്റ്.